തരൂരിൻ്റെ തിരുത്തൽ എന്നതിനേക്കാൾ ഡോക്ടർ അരുൺ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഭാഗികമായി ശരിയാണ്. കാരണം ഒരു ഹൈ ഡോസ് ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആരും ഇതുപോലെയൊക്കെയുള്ള ഒരു പോസ്റ്റ് ഇട്ട് പോകും എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ ശശി തരൂർ ചെയ്തിരിക്കുന്നതിനെ ഞാനൊരു ബാലൻസിങ് ആക്റ്റായിട്ടാണ് കാണുന്നത്. ഇടതുപക്ഷത്തെ അങ്ങനെ എടുത്ത് വിമർശിക്കാനൊന്നും തരൂർ എന്തായാലും ഈ എക്സ്പോസ്റ്ററിൽ ശ്രമിച്ചിട്ടില്ല. നന്നായി ഇംഗ്ലീഷ് അറിയാവുന്ന ശശി തരൂരിന് ഈ ടൈംസ് ഓഫ് ഇന്ത്യ രാവിലെ തന്നെ അദ്ദേഹം വായിച്ചിട്ടുണ്ടാകുമല്ലോ. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് സ്വന്തമായി എഴുതിയിടാൻ കഴിയാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ അല്ല, വളരെ കെയർഫുൾ ആയിട്ടുള്ള വാചകങ്ങളാണ് ആ രണ്ട് കട്ടിങ്ങുകൾ, 2 പേജുകളിലെ വന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഉൾപേജിലെ ആർട്ടിക്കിൾ രണ്ടാമത്തെ പോസ്റ്റ് എക്സ്പോസ്റ്റ് ആയിട്ടുണ്ട്. ഒന്നാമത്തേത് ആദ്യവും നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഈ സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചതിൽ മലക്കം മറിഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായി പറയാം. പക്ഷേ അതിനുമപ്പുറം ശശി തരൂർ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതൊരു തിരുത്തൽ തന്നെയാണ്. കാരണം മുൻപെടുത്ത നിലപാടിൽ നിന്ന് അദ്ദേഹം തന്നെ എഴുതിയ ലേഖനമാണല്ലോ ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ അദ്ദേഹം എഴുതിയ ലേഖനമാണ്. അപ്പോൾ അത് പഠിച്ചിട്ടല്ലേ ശശി തരൂർ എഴുതിയത് എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും ഈ 2 പരാമർശങ്ങളും അല്ലെങ്കിൽ 2 പോസ്റ്റുകളും ലേഖനങ്ങളും ഒക്കെ വായിച്ച ആളുകൾക്ക് സ്വാഭാവികമായും തോന്നുന്ന ചോദ്യം അതാണ്. അന്നപ്പോൾ ആ ലേഖനം എഴുതുമ്പോൾ അതിൽ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയുന്ന ആളാണ് എന്ന് എപ്പോഴും സ്വയം അവകാശപ്പെടുന്ന ആളാണ്. ആരും അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്ത പദവിയല്ല. അദ്ദേഹം തന്നെ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെതായ ഒരു ഇമേജ് അതാണ്. കാര്യങ്ങൾ പഠിച്ചിട്ട് പറയുന്ന വിദ്യാസമ്പന്നനായ ഉയർന്ന പദവിയിൽ UN അടക്കം ഇരുന്ന വ്യക്തി എന്നുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ശശി തരൂർ നിർബന്ധിതമായതാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഡൽഹി യോഗം നടക്കുന്നത് ഫെബ്രുവരി 28-നാണ്. മാത്രമല്ല ശശി തരൂർ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം എക്സിലെ ഈ പോസ്റ്റിൻ്റെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്കിലെ പോസ്റ്റും രണ്ടിൻ്റെ സമയം ഞാൻ നോക്കി. അതിൽ ഫെബ്രുവരി 28 എടുത്ത ചിത്രമാണല്ലോ. ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കളെ വിളിച്ചു വരുത്തി എടുത്ത യോഗത്തിന് ശേഷം ആ യോഗത്തിൽ കൃത്യമായി എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയരുത്, മിണ്ടാതിരുന്നോണം എന്നൊക്കെയുള്ള എല്ലാ ശാസനയും കിട്ടിയത് ഫെബ്രുവരി 28-നാണ്. അന്ന് വൈകുന്നേരം എല്ലാവരും ചേർന്ന് മാധ്യമങ്ങളെ കാണുന്നതിനായി നിരന്നു നിൽക്കുമ്പോൾ അതിൽ ശശി തരൂരിനെ കൃത്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നു. ശശി തരൂർ കൃത്യമായി പ്രധാനപ്പെട്ട നേതാവായി തന്നെ നിൽക്കുന്ന രീതിയിലുള്ളൊരു ചിത്രമാണ് മുന്നിൽ നിന്ന് നമ്മൾ കണ്ടത്. ഇതിപ്പോൾ പിന്നിൽ നിന്നുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. ആ ചിത്രം ഇന്ന് രാഹുൽ ഗാന്ധി പങ്കുവച്ച സമയം കൂടി നമ്മൾ നോക്കണം. ദേ സ്റ്റാൻഡ് ആസ് വൺ യുണൈറ്റഡ് ബൈ ദ ലൈറ്റ് ഓഫ് പർപ്പസ് എഹെഡ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി അത് ഇടുന്നത് ഈ ശശി തരൂർ എക്സ്പോസ്റ്റ് ഇട്ട് 1 മണിക്കൂറിന് ശേഷമാണ്. അതാണ് ഈ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈമിംഗ് കൃത്യമായി ശശി തരൂരിനറിയാം, രാഹുൽ ഗാന്ധിക്കും നന്നായി അറിയാം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്കും അറിയാം എന്നുള്ളതാണ്. എന്തായാലും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരുത്തലാണ് എന്ന് പറയുമ്പോൾ ഡോക്ടർ അരുൺ പാർട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്തതിൻ്റെ നല്ല മാറ്റമുണ്ട് ശശി തരൂരിന് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹൈക്കമാൻഡിൻ്റെ ആ ക്ലാസ് ശശി തരൂരിന് വേണ്ടിയുള്ളതായിരുന്നു. ആ പാർട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്തതിൻ്റെ മാറ്റം കുട്ടിക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് സിനിമയിലൊക്കെ പറയുന്നത് പോലെ എന്തായാലും ആ മാറ്റം നമ്മൾ അതെ മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് നന്നായി കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കൊടുത്തത് ചില വാഗ്ദാനങ്ങൾ കൂടി മുന്നോട്ട് വെച്ചായിരിക്കണം എന്ന് നമുക്ക് സ്വാഭാവികമായും വിശ്വസിക്കാം. ഇല്ലെങ്കിൽ സുജയ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസിന് കഴിയില്ല. കാരണം CPM ആദ്യം ഇറക്കുന്ന വീഡിയോയിൽ ശശി തരൂരിൻ്റെ ഈ ലേഖനം ഉണ്ടാവും, ഈ പ്രതികരണങ്ങളുണ്ടാവും. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അതായത് കേരളത്തിൽ ഉള്ള വ്യവസായ സൗഹൃദ നയത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ പൂർണ്ണമായും തള്ളിക്കളയാനൊന്നും ശശി തരൂർ ഇപ്പോൾ നിലപാട് മാറ്റിയത് കൊണ്ട് കഴിയില്ല. കാരണം ശശി തരൂർ ഇപ്പോൾ ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്ര കട്ടിങ് അത് നേരത്തെ എന്നെ നിൽക്കുന്നതിന് കൊടുത്ത മറുപടിയാണ്. അതും ദിവസങ്ങൾക്ക് ശേഷം ഈ പത്രത്തിൽ അച്ചടിച്ച് ബൈലൈനോടുകൂടിയാണ് വരുന്നത്. ബൈലൈനോടുകൂടി മാർച്ച് 2 വരുമ്പോൾ അത് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കാം അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. മറ്റാരും വാർത്തയാക്കാത്ത ഒരു കാര്യം എടുത്ത് ഞായറാഴ്ച പൊതുവെ കൂടുതൽ വായനക്കാരുള്ള ദിവസമാണ്. അപ്പോൾ അത് മാത്രവുമല്ല ടൈമിങ് അവിടെയും പ്രധാനമാണല്ലോ. ഈ ഒരു കാര്യം വരുമ്പോഴേക്കും അത് ഏത് രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് ടൈമിങ് നോക്കിക്കൂടി ഇട്ടതായിരിക്കാം. എന്തായാലും കേരളത്തിൽ നിരവധി ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ MSME പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ പൂട്ടിപ്പോയതിൻ്റെ കാരണം കൂടി നമ്മൾ നോക്കണം. ഈ 9 വർഷക്കാലത്തിനിടയിലാണ് പ്രളയവും കോവിഡും ഒക്കെ വന്നത്. തുടങ്ങിയതിന് ശേഷം ഈ രജിസ്ട്രേഷൻ നിർബന്ധമായതുകൊണ്ട് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പൂട്ടിക്കിടന്ന പലതും റീ-രജിസ്ട്രേഷൻ ചെയ്യുകയും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണക്കുകളെല്ലാം പോസിറ്റീവായി നിൽക്കുമ്പോൾ ഈ പൂട്ടിപ്പോയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയായി ഒരു ഭാഗത്തുണ്ട്. അത് ശശി തരൂർ ഈ ലേഖനം എഴുതുമ്പോൾ എന്തുകൊണ്ട് കണ്ടില്ല? ഈ ലേഖനം വരുന്ന സമയത്ത് ഈ പബ്ലിക് ഡൊമൈനിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഈ വിവരങ്ങൾ ശേഖരിക്കാവുന്നതല്ലേ ഉള്ളൂ. അദ്ദേഹത്തെ പോലെ പഠിക്കുന്ന ഒരാൾക്ക്, നമ്മളെക്കാളൊക്കെ ഹോംവർക്ക് ചെയ്യുന്ന ആളാണ് ശശി തരൂർ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇങ്ങനെയുള്ള ലേഖനങ്ങൾ എഴുതുമ്പോൾ പ്രത്യേകിച്ചും ഡോക്ടർ TM തോമസ് ഐസക്കിനെ ആയാലും ശശി തരൂരിനെ ആയാലും ഒക്കെ ഞാൻ ആ രീതിയിലാണ് കാണുന്നത്. അവരൊക്കെ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ എഴുതുന്നതിന് മുൻപൊക്കെ വേണ്ട രീതിയിലുള്ള സ്റ്റഡി നടത്തുന്നവരായിട്ടാണ് എൻ്റെ ഒരു ബോധ്യം.
സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ശശി തരൂർ അന്ന് എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ആ ലേഖനത്തിൽ പറഞ്ഞതെല്ലാം എൻ്റെ പൂർണ്ണ ബോധ്യത്തിലുള്ള കാര്യങ്ങളാണെന്ന സൗണ്ട് ബൈറ്റും പിന്നാലെ വന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, എൻ്റെ ധാരണ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നീട് തിരുത്താം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ന് എഴുതിയ ലേഖനത്തെ അദ്ദേഹം ഡിസോൺ ചെയ്തിട്ടില്ല എന്നതൊരു ഫാക്റ്റാണ്. അല്ലെങ്കിൽ അദ്ദേഹം അന്ന് എഴുതിയ ഈ ചേഞ്ചിങ് കേരള എന്ന ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനത്തെ അദ്ദേഹം തള്ളി പറയണം. അത് പറഞ്ഞാലാണ് പൂർണ്ണമായ തിരുത്തൽ. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ എഴുതിയിരിക്കുന്ന ഒരു വാർത്ത, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു വാർത്ത, അത് ഷെയർ ചെയ്തുകൊണ്ട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ട, പാർട്ടി ക്ലാസ്സിൽ ആവശ്യപ്പെട്ട അച്ചടക്ക നടപടിയാണ്. ആ അച്ചടക്ക നടപടിക്ക് തരൂർ വിധേയനായിരിക്കുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു കയ്യടി കൊടുക്കുന്നത് പോലെ ഉടനെ തന്നെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ടീം കേരളയായി, എല്ലാവരും സെറ്റായി, ടീം കേരള എന്നുള്ള ഹാഷ്ടാഗിൽ രാഹുൽ ഗാന്ധി അടുത്ത പോസ്റ്റ് വിട്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാ സംഭവം എല്ലാം ക്ലിയർ ആയില്ലേ? ഇന്ത്യൻ എക്സ്പ്രസിൽ കിട്ടിയ കടിക്ക് ടൈംസ് ഓഫ് ഇന്ത്യ കൊണ്ട് മരുന്നു. അതെ, അപ്പോൾ എന്തായാലും സ്വന്തം ലേഖനം ഇനിയിപ്പോൾ എഴുതി പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല, കാരണം പ്രതികരണങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തമായിട്ടൊന്നും എഴുതാനും പറ്റില്ല, അവസാനിപ്പിക്കുകയും വേണം. മാത്രം എഴുതിയാലും ഈ പ്രശ്നം കണക്കവിടെ ഉണ്ട്. ഇപ്പോഴും ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിലെ കണക്കവിടെ നിൽക്കുകയല്ലേ? അതെ, അതാ ഞാൻ പറഞ്ഞത്. ശശി തരൂർ തിരുത്തുകയാണെങ്കിൽ, കോൺഗ്രസിന് ധൈര്യം ഉണ്ടെങ്കിൽ, ഹൈക്കമാൻഡിന് ധൈര്യം ഉണ്ടെങ്കിൽ, ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതി ചേഞ്ചിങ് കേരള, അതിലെ കണക്ക് തെറ്റാണ് എന്ന് ശശി തരൂരിനെ കുറിച്ച് ഒരു ലേഖനം എഴുതിക്കണം. അതെ, ഇഴയുന്ന കൊമ്പനിൽ നിന്ന് ഇണങ്ങുന്ന കടുവ എന്നുള്ള ടൈറ്റിൽ മാറ്റിയിട്ട് ഇപ്പോഴും അത് ഇഴയുന്ന കൊമ്പനാണെന്ന് ശശി തരൂർ, ഇഴയുന്ന കൊമ്പന്റെ കൊമ്പ് ഒടിഞ്ഞു പോയി എന്നുള്ള ഒരു ലേഖനം എഴുതണം. അങ്ങനെ അതിലേക്ക് ശശി തരൂരിനെ എത്തിക്കാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ശശി തരൂർ ശരിക്കും ഒരു നല്ല പുഴമീനെ പോലെയാണ്. ഒരു വരാലിന്റെ ഒരു മെയ്വഴക്കം ഇവിടെ ശശി തരൂരിനെ ഞാൻ കൃത്യമായി കാണുന്നുണ്ട്. എന്തായാലും ശശി തരൂർ തനിക്ക് വേണ്ടി കളിക്കുകയാണ് ഡോക്ടർ അരുൺ. അത് നമ്മൾ ക്ലിയറായി മനസ്സിലാക്കണം. ശശി തരൂരിന് ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പദവി ഉറപ്പാണ് എന്ന് തരൂർ മനസ്സിലാക്കുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ പരിഗണിക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ ഒരു ഉദാഹരണമാണല്ലോ ഈ ചിത്രം എടുക്കുമ്പോൾ പ്രധാനപ്പെട്ട ഈ തലപ്പൊക്കമുള്ള നേതാക്കൾക്കൊപ്പം തലപ്പൊക്കത്തോടെ എഴുന്നള്ളിച്ച് നിർത്തുകയാണ് ശശി തരൂരിനെ. എന്നിട്ടാണ് ആ ചിത്രം എടുക്കുന്നതടക്കം. ഈ CM റേസിൽ നിന്ന്, മുഖ്യമന്ത്രിയാകാനുള്ള ആ റേസിൽ നിന്ന് വി ഡി സതീശനും കെ സുധാകരനുമേ ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ളൂ. ശശി തരൂർ ഇല്ലാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ശശി തരൂർ ഉണ്ടാകില്ല എന്ന് ആരും പറയുന്നില്ല. ശശി തരൂരിന് വേണ്ടി എത്ര ഹാൻഡിൽസ് ആണെന്നറിയോ? ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശി തരൂർ വരും എന്ന രീതിയിൽ എക്സിലുമുണ്ട് ഹാൻഡിൽസ്, ഫേസ്ബുക്കിലുമുണ്ട് ഹാൻഡിൽസ്. അതുപോലെ തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനമൊന്നും അദ്ദേഹം അവസാനിപ്പിക്കില്ല. വളരെ നല്ല ഓപ്പർച്യൂണിസ്റ്റായി, നല്ല ഒരു രാഷ്ട്രീയക്കാരനായി ശശി തരൂർ പരുവപ്പെടുന്നത് നമുക്കിതിൽ കാണാം. ആ ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ച് ഞാൻ മോശം അർത്ഥത്തിലല്ല കേട്ടോ മീനായി ഉപയോഗിച്ചത്. കാരണം മീനിനാണ് ഏറ്റവും കൂടുതൽ വളഞ്ഞു പുളഞ്ഞൊക്കെ പോകാൻ കഴിയുന്നത്. നല്ലൊരു പുഴ മത്സ്യത്തിൻ്റെ ആ ഒരു മെയ്വഴക്കം ഇവിടെ ശശി തരൂർ കാണിക്കുന്നുണ്ട്. ഇവിടെ കെ സുധാകരൻ്റെ പിന്തുണ, ഈ തർക്കത്തിന് ചിന്തിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. കെ സുധാകരൻ്റെ പിന്തുണ ശശി തരൂർ ഉറപ്പിച്ചിരിക്കുകയാണ്. അതായത് കെ സുധാകരൻ എന്തായാലും മുഖ്യമന്ത്രിയാകാനുള്ള മത്സരത്തിനില്ല. വി ഡി സതീശൻ ഉണ്ടാകില്ല എന്ന് സതീശനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. അതും ഈ ഹൈക്കമാൻഡിൻ്റെ പാർട്ടി ക്ലാസിന് ശേഷമാണ് ആ ബൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ പാർട്ടി ക്ലാസിന് ശേഷം സംഭവിച്ച രണ്ട് കാര്യങ്ങൾ, വി ഡി സതീശൻ ഞാനും സുധാകരനും ഒന്നും ഈ മത്സരത്തിനില്ല, ഞങ്ങൾ ആരുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. പക്ഷേ തരൂർ അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡ് അവിടെ എടുക്കുന്നില്ല. കെ മുരളീധരൻ ആദ്യം മുതൽ തന്നെ പരോക്ഷ പിന്തുണ തരൂരിന് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സുജയ, ഗോഡ്ഫാദർ എന്ന സിനിമ കണ്ടിട്ടില്ല? ഗോഡ്ഫാദർ എന്ന സിനിമയിൽ ഈ ഇന്നസെന്റ് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ, മറ്റേ ഗോഡ്ഫാദറിന്റെ മുന്നിൽ NN പിള്ളയുടെ മുന്നിൽ എത്തുന്ന സമയത്ത് എന്നെ അടിക്കടാന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അടിക്കട എന്ന് പറയുമ്പോൾ ഇന്നസെന്റ് ഒരു അടി കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ഒരു ലേഖനത്തിന് മര്യാദയ്ക്ക് പോയി തിരുത്തിക്കോണം എന്ന് പറഞ്ഞു. ഓരോറ്റ അടിയിട്ട് കൊടുത്തു. പക്ഷെ അടി കിട്ടിയത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ലേഖനം എടുത്തിട്ട് പൂട്ടിപ്പോയ സ്ഥാപനങ്ങളുടെ കണക്കാണ് പറഞ്ഞത്. ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനം എന്താ? പുതുതായിട്ട് തുടങ്ങിയ സംരംഭങ്ങളുടെ പട്ടികയിലെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ലേഖനം എഴുതുന്നു. പക്ഷെ തിരുത്താൻ പറഞ്ഞപ്പോൾ തിരുത്തിയില്ലേ? അതാ പറഞ്ഞത്. നിങ്ങളിങ്ങനെ ദോഷൈക ദൃക്കായിട്ട് കാണാതെ ആ പാവ എങ്ങനെയും ഒന്ന് തിരുത്തിക്കോട്ടെ. തിരുത്തിയത് എങ്ങനെയാ? ഇന്നസെന്റ് അടിക്കുന്നത് പോലെ NN പിള്ള അടിക്കുന്നതിന് പകരം ഇപ്പുറത്ത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് തിരുത്തിയിട്ടില്ല. അതവിടെ നിൽപ്പുണ്ട്. അപ്പൊ അത് തൊടാൻ പറ്റത്തില്ല. ബ്രാപ്പ് റാങ്കിങ്ങും തൊടാൻ പറ്റത്തില്ല. കാര്യം ബ്രാപ്പ് റാങ്കിങ് എന്നുള്ളത് കാരണം പഠിച്ചിട്ടെഴുതിയ ലേഖനം അത് തൊടാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ മുൻപിലുള്ളത് നോക്കിയപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ലേഖനം, ടൈംസ് ഓഫ് ഇന്ത്യ ലേഖനം തിടുക്കത്തിലെടുത്ത് എക്സ്പോസ് ചെയ്തപ്പോൾ ഒരു കാര്യം പുള്ളി മറന്നുപോയി. അതേ ലോക്സഭയിൽ തന്നെ ഇതേ പീയൂഷ് ഗോയൽ കൊടുത്ത കണക്ക് പ്രകാരമേ കണക്ക് മുമ്പിൽ നിൽക്കുക. ആ കണക്ക് നോക്കിയില്ല. ഇനി അത് പോട്ടെന്ന് വയ്ക്കാം. സംസ്ഥാന നിയമസഭയിൽ ഒരു മാസം മുമ്പ് തന്നെ ഈ കണക്ക് വന്നിട്ടുണ്ട്. അതും പുള്ളി ശ്രദ്ധിച്ചില്ല. അതായത് ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിൽ ലേഖനം എഴുതുന്നതിന് മുൻപേ അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ. 10-ാം തീയതിയാണ്, ഫെബ്രുവരി 10 ഫെബ്രുവരി 10 തീയതി വരുന്നത്. ഇത് ഈ ഫെബ്രുവരി അവസാനത്തെ ആഴ്ചയല്ലേ വരുന്നത് ലേഖനം. അപ്പോൾ ഫെബ്രുവരി 10 തീയതി വന്ന് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ശശി തരൂരിന്റെ ലേഖനം എഴുതിയത് എന്നുള്ളതാണ് ക്രോണോളജിക്കലി ശശി തരൂർ. അപ്പോൾ ഈ ലേഖനത്തിൽ, ശശി തരൂരിന്റെ ലേഖനത്തിൽ 2024 ഗ്ലോബൽ സ്റ്റാർട്ട് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടി അധികമാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ കാര്യത്തിൽ എന്റെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ്, അങ്ങനെയാണെങ്കിൽ ഈ കാര്യം തെറ്റാണ് എന്ന് ശശി തരൂർ പറയണം. അതായത്
സർക്കാരിന്റെ അവകാശവാദങ്ങൾ തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഈ അവകാശവാദമാണ് വ്യവസായ മന്ത്രി ആവർത്തിച്ച് പറയുന്നത്. വ്യവസായ മന്ത്രി പറഞ്ഞ, വ്യവസായ മന്ത്രി എൻഡോഴ്സ് ചെയ്ത ശശി തരൂരിന്റെ ഭാഗം അല്ലെങ്കിൽ CPIM എൻഡോഴ്സ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് ശശി തരൂരിന്റെ ഈ ലേഖനമാണ്, ചേഞ്ചിങ് കേരളയാണ്. അതിനെ തള്ളി പറയണം. അതിനെ തള്ളി പറഞ്ഞാലല്ലേ ഹൈക്കമാൻഡ് പറഞ്ഞ തിരുത്തലാവുകയുള്ളൂ. ഇതിപ്പോൾ പേരിനൊരു തിരുത്തി അവരെ അങ്ങ് പറ്റിക്കുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധി പാവം അത് വിശ്വസിച്ചുകൊണ്ട് ഉടൻ തന്നെ ദ ടീം കേരള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടവും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു ടാക്ടിക്കൽ പ്ലേ ആണ് ശശി തരൂർ കാണിക്കുന്നത്. അത് ഹൈക്കമാൻഡ് CCTV വെച്ചിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ CCTVയിൽ ഇത് പെടുമായിരിക്കും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ ശശി തരൂർ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പോഡ്കാസ്റ്റ് ആദ്യം ചർച്ചയാക്കി, ലിസ് മാത്യുവിന് കൊടുത്ത പോഡ്കാസ്റ്റ് ചർച്ചയാക്കി. ലിസ് മാത്യുവുമായി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ തന്നെ ശശി തരൂരിന് അറിയാം ഇതിനകത്ത് ചില കാര്യങ്ങൾ ബെയ്റ്റ് ഇടുക എന്ന് പറയുമല്ലോ. എന്നിട്ട് ആ ക്ലിക്ക് ബൈറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ തള്ളി പറയുന്നുണ്ട്. കൃത്യമായി അദ്ദേഹം ഇരയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഒരു വേണമെങ്കിൽ ഒഴിവാക്കി വിടാമായിരുന്നല്ലോ ചോദ്യം, ഒഴിവാക്കി വിടുകയല്ല, എനിക്ക് ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രസംഗിക്കാൻ പോകാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിന് അറിയാം ആ വാചകം ചർച്ചയാകുമെന്ന്. അത് ചർച്ചയാക്കാൻ അദ്ദേഹം അനുവദിക്കുകയാണ്. ടൈമിംഗ് കൃത്യമായി നോക്കിക്കൊണ്ട് തന്നെയാണ് ശശി തരൂർ എൻ്റെ പ്ലേ കൊണ്ടുപോയിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. ഇതൊരു ടാക്ടിക്കൽ പ്ലേ ആണ്. ഇപ്പോൾ നടത്തിയിരിക്കുന്നതിനെ തിരുത്തൽ എന്നതിനേക്കാൾ ഒരു U-turn എന്ന് നമുക്ക് പറയാം. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം, ഒരു കാര്യം അദ്ദേഹം പറയുന്നതിനകത്ത് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിനകത്ത്, ഈ ടൈംസ് ഓഫ് ഇന്ത്യയിലെ റിപ്പോർട്ടിൽ എന്നെ നിൽക്കുന്നതിന് കൊടുത്ത മറുപടിയിൽ സർക്കാർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് സ്റ്റാർട്ടപ്പുകളെ കുറിച്ച്. സ്റ്റാർട്ടപ്പുകളിൽ പലതും പൂട്ടിപ്പോകുന്നുണ്ട്, പലതും പേപ്പറിൽ മാത്രം ഒതുങ്ങുന്നുണ്ട്. അങ്ങനെയല്ല, നമുക്ക് തുടങ്ങുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിൻ്റെ രജിസ്ട്രേഷൻ അടക്കം നടത്തിയതിനു ശേഷം അത് എന്തുകൊണ്ട് നിന്നു പോകുന്നു, അവർക്ക് അസിസ്റ്റൻസ് ഫർദർ വേണ്ടതുണ്ടോ, ആ കാര്യങ്ങളിൽ കൂടി സർക്കാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിലെ യഥാർത്ഥ സാഹചര്യമല്ല റിപ്പോർട്ടുകളിൽ വരുന്നത് എന്നതാണ് ശശി തരൂർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ സാഹചര്യം വെച്ച് അദ്ദേഹം എഴുതിയ ലേഖനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്നതറിയാൻ മലയാളിക്ക് എന്തായാലും താല്പര്യമുണ്ട്. അതുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, നരേന്ദ്രമോദിയെയും പുകഴ്ത്തിയിരുന്നു, അതിലും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞതിൽ, അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാര്യത്തിൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൊക്കെ എന്തായാലും ഈ സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിലെ ഈ പൂട്ടിപ്പോയ വ്യവസായങ്ങളുടെ MSMEയുടെ കാര്യത്തിൽ മാത്രം മറുപടി പറഞ്ഞ് അങ്ങനെ അങ്ങ് കഴിച്ചിലാക്കാമെന്ന് വിചാരിക്കേണ്ട. മൊത്തത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ എല്ലാം തിരുത്തണം ശശി തരൂർ. അപ്പോൾ BJPയിലേക്കില്ല എന്ന് പോഡ്കാസ്റ്റിന് പൂർണ്ണരൂപം വരുമ്പോൾ വ്യക്തമാണ്. പക്ഷേ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയത് അവിടെ നിൽക്കുകയാണ്. ഇവിടെ വ്യവസായ നയത്തെ, അതുപോലെ തന്നെ കേരളത്തിലെ ബിസിനസ് അന്തരീക്ഷത്തെ പുകഴ്ത്തിയത് അവിടെ നിൽക്കുകയാണ്. അത് രണ്ടും തിരുത്തിയിട്ടില്ല. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തെ പുകഴ്ത്തിയതിൽ നിന്നൊന്നും ശശി തരൂർ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അതായത് ഒരു ഭാഗം അവിടെ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണ്. ഇത് വളരെ ടാക്ടിക്കലാണ്, വളരെ ടാക്ടിക്കലായിട്ടുള്ള ഒരു പ്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ് കാണാതെ പോകരുത്. വൺസ് ആൻ ഓപ്പർച്യൂണിസ്റ്റ് ഓൾവേസ് ആൻ ഓപ്പർച്യൂണിസ്റ്റ് എന്നുള്ളത് ഓർക്കണം. Meet the editors.